കോട്ടപ്പുറം നിയുക്ത പിതാവ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകം ഇന്ന് വൈകിട്ട് 3 മണിക്ക്. മെത്രാഭിഷേക കർമ്മങ്ങൾക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിനും കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണം വേദിയാകും. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിൽ നിന്നായി 27 മെത്രാന്മാരും 300ഓളം വൈദികരും 400ഓളം സന്യസ്തരും 10,000ഓളം വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുക്കും. പ്രത്യേകമായിട്ട് ധ്യാനം കഴിഞ്ഞ് അതിന്റെ ഒരു അരൂപിയിലും പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ കരങ്ങൾ ഇങ്ങനെ ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുക. ഇനി അല്പനേരം മാത്രമുള്ളൂ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ആവശ്യമാണ്. എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ജനുവരി 20 വൈകിട്ട് 3 മണിക്കാണ് കോട്ടപ്പുറം നിയുക്ത പിതാവ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക കർമ്മങ്ങൾ നടക്കുക. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള വിശാലമായ പന്തലിലാണ് മെത്രാഭിഷേക കർമ്മവും പൊതുസമ്മേളനവും സജ്ജീകരിച്ചിട്ടുള്ളത്. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിൽ നിന്നായി 27 മെത്രാന്മാരും 300ഓളം വൈദികരും 400ഓളം സന്യസ്തരും 10,000ഓളം വിശ്വാസികളും പങ്കെടുക്കും. കത്തീഡ്രലിന്റെ മുഖ്യ കവാടത്തിലെത്തുന്ന മോൺസിനോർ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജിറലി, കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല എന്നിവർക്ക് സ്വീകരണം നൽകും. തുടർന്ന് വൈദികരും നിയുക്ത മെത്രാന്മാരും മുഖ്യ സഹകാർമ്മികരും മുഖ്യ കാർമ്മികനും ബലിവേദിയിലേക്ക് പ്രദക്ഷിണമായി എത്തും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ആരംഭിക്കും. കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കലറക്കലും ദ്വിതീയ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരാവും. കോഴിക്കോട് ബിഷപ്പും KRLCBC പ്രസിഡന്റുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചനപ്രഘോഷണം നടത്തും. അതിനുശേഷമാണ് പരിശുദ്ധാത്മഗാനത്തോടെ മെത്രാഭിഷേക കർമ്മങ്ങൾ ആരംഭിക്കുക. മോൺസിനോർ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിനെ കോട്ടപ്പുറം ബിഷപ്പായി നിയമിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ബൂള ചാൻസലർ റെവറന്റ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ലത്തീനിലും റെവറന്റ് ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ മലയാളത്തിലും വായിക്കും. മുഖ്യ കാർമ്മികരും മുഖ്യ സഹകാർമ്മികരും സന്നിഹിതരായ എല്ലാ ബിഷപ്പുമാരും നിയുക്ത മെത്രാന്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കും. നിയുക്ത മെത്രാന്റെ ശിരസിൽ പരികർമ്മികൾ വിശുദ്ധ ഗ്രന്ഥം നിവർത്തിപ്പിടിക്കുമ്പോൾ മുഖ്യ കാർമ്മികൻ പ്രതിഷ്ഠാപന പ്രാർത്ഥന നടത്തും. മുഖ്യ കാർമ്മികൻ നിയുക്ത ബിഷപ്പിന്റെ ശിരസിൽ തൈലാഭിഷേകവും നടത്തും. അധികാര ചിഹ്നങ്ങളായ മോതിരം, അംശമുടി, അധികാരദണ്ഡ് എന്നിവ നവാഭിഷക്തനാകുന്ന മോൺസിനോർ അംബ്രോസിനെ മുഖ്യ കാർമ്മികൻ ഏൽപ്പിക്കും. ഔദ്യോഗികമായി കോട്ടപ്പുറം രൂപത അധ്യക്ഷനായി ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് അധികാരം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും. നവാഭിഷിക്തൻ വിശ്വാസി സമൂഹത്തിന്റെ മേൽ തീർത്ഥം തെളിക്കും. ഇവയാണ് മെത്രാഭിഷേകത്തിന്റെ പ്രധാന കർമ്മങ്ങൾ. വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജിറലി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അനുഗ്രഹ പ്രഭാഷണം നടത്തും. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നന്ദി പ്രകാശിപ്പിക്കും. മെത്രാഭിഷേക ചടങ്ങുകൾക്കു ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷത വഹിക്കും. സീറോ മലബാർ സഭയിലെ മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ മുഖ്യാതിഥിയായിരിക്കും. MP ബെന്നി ബെഹനാൻ, MP ഹൈബി ഈഡൻ, MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, MLA ET ടൈസൺ മാസ്റ്റർ, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, വൈദിക പ്രതിനിധി ഫാദർ ജോഷി കലറക്കൽ, സന്യസ്ത പ്രതിനിധി സിസ്റ്റർ ജിജി പുല്ലയിൽ, KRLCC സെക്രട്ടറി PJ തോമസ്, KCC സെക്രട്ടറി ജെസി ജെയിംസ്, ജനറൽ കൺവീനർ മോൺസിനോർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി എന്നിവർ പ്രസംഗിക്കും. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മറുപടി പ്രസംഗം നടത്തും. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, കൗൺസിലർമാരായ LC പോൾ, VM ജോണി, ഫ്രാൻസിസ് ബേക്കൺ, KLCA രൂപത പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ, CSS പ്രസിഡന്റ് ജിസ്മോൻ ഫ്രാൻസിസ്, KCYM പ്രസിഡന്റ് പോൾ ജോസ്, KLCWA പ്രസിഡന്റ് റാണി പ്രദീപ്, KLM പ്രസിഡന്റ് വിൻസെന്റ് ചിറയത്ത്, CLC പ്രസിഡന്റ് സജു തോമസ് എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടാവും. തുടർന്ന് കലാപരിപാടികളും നടക്കും. കോട്ടപ്പുറം രൂപതയിൽ ഇതിനു മുൻപ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പിതാവായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇദ്ദേഹം മാറുകയായിരുന്നു. തുടർന്ന് കോട്ടപ്പുറം രൂപതയുടെ താൽക്കാലിക ചുമതല കണ്ണൂർ രൂപത ബിഷപ്പ് അലക്സ് വടക്കുംതല ഏറ്റെടുത്തിരുന്നു. ഇതിനുശേഷമാണ് കോട്ടപ്പുറം രൂപത മെത്രാനായി ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സ്ഥാനമേൽക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് ഒരു അജപാലന ശുശ്രൂഷ നേതൃത്വം അദ്ദേഹത്തിന്റെ ചുമലിൽ വന്നു ചേരുമ്പോൾ അവയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചും പൂർണ്ണമായി വിശ്വസിച്ചും വിശ്വസ്തയോടെ നടത്തും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മെട്രോപൊളിറ്റൻ അധ്യക്ഷനായ അഭിവന്യ ജോയ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം എടുത്തത്. അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് ഞാനും സന്നിഹിതനായിരുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.